കോഴിക്കോട് കാരശ്ശേരി വലിയ പറമ്പിൽ പോലീസുകാർക്ക് വെട്ടേറ്റു. പ്രതിയെ പിടിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് വെട്ടേറ്റത്. വയനാട് എസ്പിയുടെ സ്ക്വാഡിലെ CPOമാരായ ഷാലു, നൌഫൽ എന്നിവർക്കാണ് വെട്ടേറ്റത്. ഷഹദ് റഹ്മാനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഷഹദ്, ഈ വെട്ടേറ്റ പോലീസുകാരുടെ ആരോഗ്യസ്ഥിതി അതെങ്ങനെയാണ്? ഒപ്പം ഈ പ്രതിയെ പിടികൂടാനുള്ള ശ്രമത്തിനിടയിലാണല്ലോ ഇവർക്ക് പരിക്കേറ്റത്. പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ടോ? നിലവിൽ 3 പോലീസുകാർക്കാണ് വെട്ടേറ്റിട്ടുള്ളത്. വയനാട് കൽപ്പറ്റയിൽ നിന്നും മോഷണം പോയ കാറ് മോഷണ കേസിലെ പ്രതിയായ കാരശ്ശേരി വലിയപറമ്പ് സ്വദേശി അർഷാദും അതുപോലെ തന്നെ ഉമ്മയുമാണ്. ഈ കേസിൽ പ്രതിയാണ് അർഷാദ്. ഈ അർഷാദിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് അർഷാദും അർഷാദിന്റെ ഉമ്മയും ചേർന്ന് ഈ 3 പോലീസുകാരെ വെട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. വയനാട് എസ്പിയുടെ സ്ക്വാഡ് അംഗങ്ങളായ CPOമാരായ ഷാലു അതുപോലെ തന്നെ നൌഫൽ എന്നിവർക്കാണ് വെട്ടേറ്റിട്ടുള്ളത്. ഇതിൽ 3 പോലീസുകാരുണ്ടായിരുന്നു. ഇതിൽ 2 പേർക്ക് വെട്ടേറ്റു. മൂന്നാമത്തെ പോലീസുകാരൻ കുറച്ച് ദൂരത്തായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വെട്ടേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. ഈ 3 പേരടങ്ങുന്ന പോലീസ് സംഘം തന്നെയായിരുന്നു ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവരുടെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു നീക്കം ഉണ്ടാകുമെന്ന് പോലീസ് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതൊരു മോഷണം, അതായത് കാറ് മോഷണം പോയ കേസാണ്. ആ ഘട്ടത്തിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലായിരുന്നു പോലീസ് അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെ ഈ പ്രതിയുടെ ഉമ്മയും ചേർന്ന് ഈ പോലീസുകാരെ വെട്ടിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഈ വെട്ടേറ്റ് പരിക്കേറ്റ പോലീസുകാരെ മുക്കം KMCT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 2 പേരുടെയും കൈക്കാണ് വെട്ടേറ്റിട്ടുള്ളത്. ശരി, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.